2019 WHO ചീഫ് സയന്റിസ്റ്റ് ആയി നിയമിതനായ ഇന്ത്യൻ വനിത ആരാണ്? സൗമ്യ സ്വാമിനാഥൻ. ഡോക്ടർ കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിന്റെ ഘടന എപ്രകാരമാണ്? ഓപ്ഷൻ എ 5+3+3+4. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം? ഓപ്ഷൻ ഡി ചെങ്കോട്ട. 2024 ഒളിമ്പിക്സ് വേദി? പാരീസ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി? മൃതസഞ്ജീവനി. യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ബി ഫെബ്രുവരി 21. ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത. നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത, ഇതൊരു കറണ്ട് അഫയേഴ്സ് ആണ്, അതായത് എല്ലാവരും അപ്ഡേറ്റ് ചെയ്യണം. ഓപ്ഷൻ എ ജസ്റ്റിസ് സിറിയക് ജോസഫ്. 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ഡി ഇംഗ്ലണ്ടാണ്. അടുത്ത് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന നാറ്റോ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4 ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. അംഗരാജ്യങ്ങൾക്കു നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ്, അതായത് മുകളിൽ പറഞ്ഞ 3 ശരിയാണ്. 2022 രാജ്യത്ത് എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം നേടുന്നതിനായി 2015 ജൂൺ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി ആവാസ് യോജന. ഹിമാലയ പർവ്വതത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? സിവാലിക്സ്. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് വിഴിഞ്ഞത്താണ്. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ രാജസ്ഥാൻ. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏതാണ്? ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏതാണ്? എല്ലാവരും ഇതിന് മിക്കവാറും എല്ലാവരും അധികം കൂട്ടും ഓപ്ഷൻ ഡി ആയിരിക്കും സെലക്ട് ചെയ്യുക. എന്നാൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നാഗ്പൂർ ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നാഗ്പൂർ ആണ്. അതായത് ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം എന്ന് ചോദിച്ചാൽ നാഗ്പൂർ ആണ്. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്?
പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? 15 സി കാവേരി. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്ന് വിളിക്കുന്നു. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കുന്നതിനുള്ള കഴിവ് കുറവാണ്. എക്കൽ മണ്ണിന് ഫലപുഷ്ടി കുറവാണ്. ഏതാണ് ശരിയായ പ്രസ്താവന? 16ാമത്തെ ആൻസർ എ ആണ്, അതായത് 1 2. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്ന് അറിയപ്പെടുന്നു. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? മുംബൈയിലാണ്. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? സി ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏതാണ്? ബി ഇന്ദിരാഗാന്ധി കനാൽ. പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 2ാം സ്ഥാനമാണ് ചോദിച്ചത്. പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ബി ആണ്, ഗുജറാത്ത്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? മുയൽ തന്നിട്ടുണ്ട്, ആന തന്നിട്ടുണ്ട്, കടുവ, സിംഹം. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം എന്ന് പറയുന്നത് ആനയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ഉത്തരം ബി ബിക്കിം ചന്ദ്ര ചാറ്റർജി. അടുത്തത് എല്ലാവർക്കും അറിയായിരിക്കും. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏത്? 2005 വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 3. ഉത്തരം ഡി 3. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര അരക്കാലുകളുണ്ട്? ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര അരക്കാലുകളുണ്ട്? 24. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ 24 അരക്കാലുകൾ ഉണ്ട്. അടുത്തൊരു കറണ്ട് അഫയേഴ്സ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഡി ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്?
ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? 29. എ. ആൻസർ എ. വെങ്കലി വെങ്കയ്യ. 30. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? സ്വത്തവകാശമാണ്. അതായത് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തത് സ്വത്തവകാശമാണ്. അടുത്തത്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെയാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ പ്രഖ്യാപനമാണ്? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ പ്രഖ്യാപനമാണ്? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസാണ്. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഒപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഒപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? 1930 ഏപ്രിൽ 6. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസഫ് അലി. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ റാണി ലഡ്ലിയോ. 37. താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആര്? താഴെ കൊടുത്തിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്തത് ആര്? താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആര്? ബി.ആർ. അംബേദ്കർ. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിലെ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? അതായത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? മുപ്പത്തെട്ടാമത്തെ ആൻസർ ഏതാണ്? റൗലത്ത് നിയമം. അടുത്തത്, വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? ആൻസർ സി ജവഹർലാൽ നെഹ്റു.
വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? ജവഹർലാൽ നെഹ്റു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കൽ ഒഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? നാൽപ്പതാമത്തെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഉധം സിംഗ് ആണ്. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏത്? യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏത്? ആൻസർ ബി, കാസർഗോഡ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല? സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല? എ, പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട് കായൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് കണ്ടെത്തുക. താഴെ കൊടുത്തവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി, പാമ്പാർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതി ഏതാണ്? സി, ഇടുക്കി. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? ഓപ്ഷൻ ഡി, മലമുഴക്കി വേഴാമ്പൽ. പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗക്കാരാണ്? പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്ൽ ഏത് തരത്തിലുള്ളവരാണ്? ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗക്കാരാണ്? തീരപ്രദേശം. പ്രാചീന തമിഴകത്തിലെ തിണകൾ എന്ന് പറയുന്നാൽ തീരപ്രദേശത്തുള്ള ഒരു ഭൂവിഭാഗമാണ്. അടുത്ത കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അട്ടപ്പാടിയാണ്. കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ അട്ടപ്പാടിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. ആലപ്പുഴയ്ക്ക് വേറൊരു പ്രത്യേകതയില്ലേ? വനം ഇല്ലാത്തൊരു ജില്ലയാണ് ആലപ്പുഴ. ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി? ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര്? ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര്? ഓപ്ഷൻ എ, OM നമ്പ്യാർ. ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാണ് OM നമ്പ്യാർ. ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവാരാണ്? ബി, ശ്രീനാരായണ ഗുരു. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച
കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? 53ാമത്തെ ക്വസ്റ്റ്യൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? വാഗ്ഭടാനന്ദൻ. 54. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി പൊയ്യിൽ കുമാരഗുരു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാതിക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാതിക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാതിക്ക് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ്. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി. വക്കം അബ്ദുൽ ഖാദർ. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ്. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ്. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര്? വി.ടി. ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വി.ടി. ഭട്ടതിരിപ്പാട്. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചതാര്? വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചതാര്? ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ. ഇൻസുലിൻ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ബി, ഓ ഗ്രൂപ്പാണ്. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്
O ആണ്. അടുത്തത് വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ടൈഫോയിഡ്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ടൈഫോയിഡ്. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളിൽ എത്ര അസ്ഥികളുണ്ട്? മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികളുണ്ട്? മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികളുണ്ട്? 24 എണ്ണം. ശരീരത്തിലെ കാൽസ്യം ആഗികരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ശരീരത്തിലെ കാൽസ്യം ആഗികരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഡി. കുടിവെള്ളവുമായി ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ pH മൂല്യം എത്രയാണ്? കുടിവെള്ളവുമായി ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ pH മൂല്യം. കുടിക്കാനുള്ള വെള്ളത്തിന്റെ pH മൂല്യമാണ് ചോദിച്ചിരിക്കുന്നത്. കുടിവെള്ളവുമായി ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ pH മൂല്യം 6.5 മുതൽ 7.5 വരെയാണ്. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ എപ്പിഫൈറ്റുകൾ എന്നറിയപ്പെടുന്നു. അടുത്തത് ഭൂഖണ്ഡത്തിന് ഉദാഹരണമാണ് ഉരുളക്കിഴങ്ങ്. ഭൂഖണ്ഡത്തിന് ഉദാഹരണമാണ് ഉരുളക്കിഴങ്ങ്. പയറ് വർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ്? പയറ് വർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ്? ഉത്തരം എ, ഹരിത. ചന്ദ്രശങ്കര എന്ന സങ്കീർണം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? എഴുപതാമത്തെ ആൻസർ ബി ആണ്. ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോൾ. ചന്ദ്രശങ്കര എന്ന സങ്കീർണം തെങ്ങ് ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്നീ ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്. അടുത്തത് താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം? ഉത്തരം ബി. ബോക്സൈറ്റ് ഏത് ലോകത്തിന്റെ അയിരാണ്? അലുമിനിയം. മൂലങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? മൂലകങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം മോസ്ലി. മൂലങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയത് മോസ്ലിയാണ്. ഒരു ജല തന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്?
ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? മൂന്നാണ്. ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം ഏതാണ്? ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം ഏതാണ്? ഉത്തരം ബി, NaHCO3. ഊർജത്തിന്റെ ഡൈമെൻഷണൽ സമവാക്യം ഏതാണ്? ഊർജത്തിന്റെ ഡൈമെൻഷണൽ സമവാക്യം ഏതാണ്? ഊർജത്തിന്റെ ഡൈമെൻഷണൽ സമവാക്യം ഏതാണ്? ഉത്തരം ബി. ml²T⁻². അടുത്തത് ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്ര? ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്രയാണ്? ഓപ്ഷൻ എ 212 ഡിഗ്രി ഫാരൻഹീറ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരയുള്ളത് തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരയുള്ളത് ഏതാണ്? ഉത്തരം ജലം ആണ്. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഏതാണ്? പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഗുരുത്വബലം. 80ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യന്റെ ശ്രവണ പരിധി. മനുഷ്യന്റെ ശ്രവണ പരിധി 20/20000 Hz വരെയാണ്. 1,00,000-ൽ എത്ര ആയിരമുണ്ട്? 1,00,000-ൽ എത്ര ആയിരമുണ്ട്? 1,00,000-ൽ 100 ആയിരമുണ്ട്. അടുത്തത് മാത്സ് ആണ്. 40 - 8 ഹരിക്കണം 2 × 3 എത്രയാണ്? ഉത്തരം സി ആണ്, 28. 3 ബൾബുകൾ യഥാക്രമം 3, 4, 5 മിനിറ്റുകൾ ഇടവിട്ട് പ്രകാശിക്കും. അവയെല്ലാം ഒരുമിച്ച് 8 AM കത്തിയെങ്കിൽ വീണ്ടും എപ്പോൾ അവ ഒരുമിച്ച് പ്രകാശിക്കും? 3 ബൾബുകൾ യഥാക്രമം 3, 4, 5 മിനിറ്റുകൾ ഇടവിട്ട് പ്രകാശിക്കും. അവയെല്ലാം ഒരുമിച്ച് 8 AM കത്തിയെങ്കിൽ വീണ്ടും അവ എപ്പോൾ ഒരുമിച്ച് പ്രകാശിക്കും? ഉത്തരം 9 AM. 2, 4, 6 എന്നീ സംഖ്യകളുടെ ഉസ്സാഹ ഏതാണ്? 2, 4, 6 എന്നീ സംഖ്യകളുടെ ഉസ്സാഹ 2. ആൻസർ 2. നീളം 3 × 3/4 മീറ്ററും വീതി 9 × 1/3 മീറ്ററും ആയ ഒരു ചതുരത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര മീറ്ററാണ്?
ഇക്വേഷൻ വേണം, ഇക്വേഷനിലേക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ജസ്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. 85A. ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. ഇതേപോലത്തെ ക്വസ്റ്റ്യങ്ങൾ ഇനി വരുവാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്യാം. ജസ്റ്റ് ഞാനിത് ആൻസർ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. 18.793 ഏത് സംഖ്യ കൂട്ടിയാൽ 50 കിട്ടും? 18.793 ഏത് സംഖ്യ കൂട്ടിയാൽ 50 കിട്ടും? ഉത്തരം സി 31.207. ചുവടെ കൊടുത്തിട്ടുള്ള സംഖ്യകളിൽ പൂർണ്ണവർഗ സംഖ്യ ആകാൻ സാധ്യത ഇല്ലാത്തവ. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കില്ല. ചില ചുവടെ കൊടുത്തിട്ടുള്ള സംഖ്യകളിൽ പൂർണ്ണവർഗ സംഖ്യ എന്ന് കേട്ടാൽ തന്നെ നമ്മൾ ആൻസർ അങ്ങ് ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ചുവടെ കൊടുത്തിട്ടുള്ള സംഖ്യകളിൽ പൂർണ്ണവർഗ സംഖ്യ ആകാൻ സാധ്യത ഇല്ലാത്തതാണ് ചോദിച്ചത്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പിന്നെ പറഞ്ഞുതരാം. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ആൻസർ മാത്രം നോക്കാം. 87ാമത്തെ ആൻസർ ബി ആണ്. 25.02. ഒരു സ്ഥാപനത്തിൽ 15 ജോലിക്കാരുണ്ട്. അതിൽ നിന്നും 32 വയസ്സുള്ള ഒരാൾ സ്ഥലം മാറിപ്പോയി. പകരം മറ്റൊരാൾ ജോലിക്ക് വന്നപ്പോൾ ജോലിക്കാരുടെ ശരാശരി വയസ്സ് 1 കൂടി. എങ്കിൽ പുതുതായി വന്ന ആളുടെ പ്രായം എത്രയാണ്? എത്ര വയസ്സാണ്? 88D 47 വയസ്സ്. 750 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം വിൽക്കുമ്പോൾ 14% ലാഭം കിട്ടണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം? ഉത്തരം സി 855 രൂപയ്ക്ക്. 120 മീറ്റർ നീളമുള്ള തീവണ്ടി 108 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഈ തീവണ്ടി 150 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എത്ര സമയമെടുക്കും? സ്പീഡ് ടൈം നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. നമുക്കിതിന് ആൻസർ നോക്കാം. 10 സെക്കൻഡുകളിൽ മറികടക്കും. പ്ലസ് എന്നാൽ ഇൻറ്റു, മൈനസ് എന്നാൽ ഹരണം, ഗുണിതം എന്നാൽ അഡീഷൻ പ്ലസ്, ഹരണം എന്നാൽ മൈനസ്. ആയാൽ 12 - 3 × 4 + 2 ഹരിക്കണം 5ന്റെ വില എത്രയാണ്? ഉത്തരം എ 7. 99ാമത്തെ ക്വസ്റ്റ്യൻ. ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? ശ്രേണിയിൽ എങ്ങനെയാണ് ഇത് കൂടിക്കൂടി പോകുന്നത്? 1 - 1 2, 2 2 4 അങ്ങനെയാണ് വരുന്നത്. 1ന്റെയും 2ന്റെയും ഇടയ്ക്ക് ഒരു വ്യത്യാസം വരും. 2ന്റെയും 4ന്റെയും 2 വ്യത്യാസം വരുന്നുണ്ട്. 4ന്റെയും 7ന്റെയും ഇടയ്ക്ക് 3 വ്യത്യാസം വരുന്നുണ്ട്. 7ന്റെയും 11ന്റെയും ഇടയ്ക്ക് 5 വ്യത്യാസം വരുന്നുണ്ട്. 4 വ്യത്യാസം വരുന്നുണ്ട്. അടുത്തത് 11ന്റെയും അടുത്ത സംഖ്യയുടെയും ഇടയിൽ എത്ര വ്യത്യാസം വരും? 5. 11 + 5 16. അപ്പം ഈ ശ്രേണിയിലെ തൊട്ടടുത്ത സംഖ്യ എന്ന് പറയുന്നത് 16 ആണ്. സമാന ബന്ധം കണ്ടെത്തുക. ചെറുത് വലുത് ഉദയം, ചെറുത് വലുത് ഉദയം, അസ്തമയം. ചെറുത് വലുത് ഉദയം അസ്തമയം. ബെസ്റ്റ് എന്നതിനെ ഈ രൂപത്തിലും സോപ്പ് എന്നതിനെ ഇങ്ങനെയും എന്ന് കോഡ് നൽകിയാൽ പാസ്റ്റിനെ എങ്ങനെ കോഡ് ചെയ്യാം? നമ്മളിത് എഴുതി കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ 94ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ്. താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ തരംതിരിച്ചാൽ മൂന്നാമത്തേത് ഏത് സംഖ്യ? ഉത്തരം 325. ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏതാണ്? പരുന്ത്, പുല്ല്, തവള, പുൽച്ചാടി, പാമ്പ്. പാമ്പ്, പരുന്ത്, പുല്ല്, തവള, പുൽച്ചാടി.
പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, പരുന്ത്. തവള, പുൽച്ചാടി, പരുന്ത്, പുല്ല്, പാമ്പ്. ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏതാണ്? പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, പരുന്ത്. ഇതാണ് ശരിയായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്തത് ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ ബി, GHJ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ വേറിട്ട് നിൽക്കുന്നത് ഏതാണ്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ വേറിട്ട് നിൽക്കുന്നത് ഏതാണ്? ചതുരം, സമചതുരം, സമാന്തരികം, ത്രികോണം. ഏതാണ്? ആൻസർ എ, ത്രികോണം. 2 കൊല്ലം മുമ്പ് അമ്മയ്ക്ക് മകളുടെ 4 മടങ്ങായിരുന്നു വയസ്സ്. 2 കൊല്ലം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകളുടെ 3 മടങ്ങ് വയസ്സാകാം. എന്നാൽ മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? ആൻസർ 10, സി. 100ാമത്തെ ക്വസ്റ്റ്യൻ. 40 കുട്ടികളിൽ ഉള്ള ഒരു ക്ലാസ്സിൽ ലതിയുടെ റാങ്ക് മുന്നിൽ നിന്ന് 15ാമതാണ് എങ്കിൽ അവസാനത്ത് നിന്നും ലതിയുടെ റാങ്ക് എത്രയാണ്? 40 കുട്ടികൾ ഉള്ള ഒരു ക്ലാസ്സിൽ ലതിയുടെ റാങ്ക് മുന്നിൽ നിന്ന് 15ാമതാണ് എങ്കിൽ അവസാനത്തു നിന്നും ലതിയുടെ റാങ്ക് എത്രയാണ്? അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ക്ലാസ്സിൽ എത്ര കുട്ടികളാകേണ്ടത് കണ്ടുപിടിക്കണം. ആൻസർ ഡി, 26 സ്ഥാനം, 26ാമത്തെ സ്ഥാനം. അപ്പോൾ ഇത് നമ്മൾ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് 2022 നമ്മൾ നടന്ന കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ 2022 SLC ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ ഇതിൽ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.